മോർ ആൻഡ് വ്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു അടിപൊളി ടെക്നിക്കുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പവർ ക്വറിയുടെ പവറിനെ കുറിച്ചായിരുന്നു നമ്മൾ ക്ലാസ് എടുത്തിരുന്നത്. പല രീതിയിൽ പവർ ക്വറി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട വർക്കുകളൊക്കെ വളരെ കുറഞ്ഞ 1-2 ക്ലിക്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഏതാനും ടെക്നിക്കുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിരുന്നത്. ഇത് നമ്മൾ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ ക്വറി ഓപ്ഷനാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഷീറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? പല സ്ഥലങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഈ മൾട്ടിപ്പിൾ ടേബിൾസ് എത്ര ടേബിൾ ആയിക്കോട്ടെ, നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസിനെ ഒരൊറ്റ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് വളരെ ഈസി ആയിട്ട് ഇന്ന് നമ്മൾ പവർ ക്വറിയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഷീറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരേ ഫോർമാറ്റിലുള്ള മൾട്ടിപ്പിൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒരൊറ്റ ടേബിളിൻ്റെ കണ്ടൻസ് ആയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. വെറും 2 ക്ലിക്കാണ് ഇതിനാവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലിക്ക് ഏതൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു ഷീറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ടേബിൾസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഇതേ ഫോർമാറ്റിലുള്ള മറ്റൊരു ടേബിൾ ഉണ്ട്. കണ്ടൻസ് വ്യത്യാസമാണ്. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതേപോലെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരുപാട് ടേബിൾസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടേബിളിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഒരൊറ്റ ടേബിളിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? പവർ ക്വറി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. വളരെ ഈസിയാണ്. 2 ക്ലിക്കേ ഉള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡാറ്റ ടാബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കൂ, ഇവിടെ ന്യൂ ക്വറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ അതർ സോഴ്സസ് എന്ന് പറയുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ താഴെ ബ്ലാങ്ക് ക്വറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കൂ, ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് ക്വറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്ലാങ്ക് ക്വറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, നമ്മളപ്പോൾ പവർ ക്വറി എഡിറ്ററുടെ വിൻഡോയിലേക്ക് എൻ്റർ ആവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പവർ ക്വറിയുടെ എഡിറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, നമുക്ക് ഇവിടെ നോക്കൂ, ഒരു ഫോർമുല ബാർ ഉണ്ട് അല്ലേ? ഫോർമുല ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ വ്യൂ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർമുല ബാർ എന്നുണ്ടായിരിക്കും. ഇത് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല ബാർ കിട്ടും. ഓക്കെ, അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഫോർമുല ബാർ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളത് ടിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഒരൊറ്റ ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആദ്യത്തെ നമ്മളുടെ എൻട്രി ചെയ്യുന്ന കാര്യം ഇതാണ്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈക്വൽ എന്ന സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുക. എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ ആവണം. EXCEL എക്സൽ ഡോട്ട് എന്ന് അടിച്ചതിന് ശേഷം കറൻറ്റ് വർക്ക് ബുക്ക് എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. കറൻറ്റ് വർക്ക് ബുക്ക്. അപ്പോൾ അതിൽ കറൻറ്റിൻ്റെ C ക്യാപിറ്റൽ ഇട്ട് കൊടുക്കുക. CURRENT കറൻറ്റ്. വർക്ക് ബുക്കിൻ്റെ W ക്യാപിറ്റലായിട്ട് കൊടുക്കുക. WORK ബുക്ക്, വർക്ക് ബുക്ക്. എന്നിട്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ക്ലോസിങ് ബ്രാക്കറ്റും കൊടുക്കുക. ഇതൊരു ഫംഗ്ഷൻ എന്നാണ് നമ്മൾ വായിക്കുക എക്സലിൽ അല്ലേ? അപ്പോൾ ഈക്വൽ എക്സൽ ഡോട്ട് കറൻറ്റ് വർക്ക് ബുക്ക് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ എക്സലിൻ്റെ ഈ കറൻറ്റിൻ്റെ C, വർക്ക് ബുക്കിൻ്റെ W, ഇത്രയും ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നോക്കൂ, നമുക്ക് നമ്മുടെ പവർ ക്വറി എഡിറ്റർ വിൻഡോയിൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ വർക്ക് ഷീറ്റിലെ എല്ലാ ടേബിളുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ടേബിൾ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഹെഡിങ്, അതായത് നമുക്ക് അതിൻ്റെ ടോപ്പിൽ വന്നിട്ടുള്ള ടൈറ്റിൽസ് നമുക്ക് വരണം. അതേപോലെ അതിൻ്റെ ഓരോ ടേബിളിലുള്ള കണ്ടൻസ് നമുക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കും ഫസ്റ്റ് കോളത്തിൽ ഇവിടെ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആരോ മാർക്ക് കാണിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കൂ, ഇവിടെ നമ്മൾ എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ഓൾ കോളംസ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, യൂസ് ഒറിജിനൽ കോളം നെയിം പ്രിഫിക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രിഫിക്സ് ആണ് ഇപ്പോൾ ഇതുവരെ വന്നിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ടിക്ക് അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഹെഡിങ്സ് തന്നെ വരും. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ എന്ന് പറയാം. അപ്പോൾ നോക്കൂ, നമ്മുടെ ടേബിളിൽ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടോ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു കോളം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ കോളത്തിന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനു മുൻപ് ഞാൻ പറയാം, ഈ ഒരു ടേബിളിൽ നോക്കൂ, നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ടേബിളിലെയും കണ്ടൻസ് ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടോ, നമ്മൾ നേരത്തെ എടുത്ത ഷീറ്റിലെ എല്ലാ ടേബിളിലെയും കണ്ടൻസർ ഒറ്റ ടേബിളിലേക്ക് വന്നു കഴിഞ്ഞു. നോക്കൂ, ഒറ്റ ക്ലിക്കേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ. ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് കാര്യം സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണം നമ്മൾ. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോളം നമുക്ക് ഒഴിവാക്കി കളയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കോളം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി, നമുക്ക് ആ കോളം അവിടുന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ തന്നെ നോക്കൂ, നമുക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളിടത്തിൽ നമുക്ക് ഡേറ്റും ഉണ്ട് സമയവും ഉണ്ട് കാണിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്കിത് സമയം നമുക്ക് ആവശ്യമില്ല, സമയം നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് സമയം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോളം ഒന്ന് സെലക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എഡിറ്റ് വർക്കുകളാണ്. അതിനുശേഷം നോക്കൂ, നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ എൻഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡേറ്റ് ഓൺലി എന്ന് പറയുക. ഓക്കെ, ഡേറ്റ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ടേബിളിൽ നോക്കൂ, ഡേറ്റ് മാത്രമേ കാണുള്ളൂ, സമയം നമുക്കിതൊന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വർക്ക് ബുക്കിലേക്ക് തിരിച്ചു പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഹോം ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ക്ലോസ് ആൻഡ് ലോഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ വർക്ക് ബുക്കിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. നോക്കൂ, നമ്മുടെ വർക്ക് ബുക്കിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പുതിയൊരു ഷീറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്കൊരു പുതിയ ഷീറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കൂ, ഷീറ്റ് 7 എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് പുതിയത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞാനിതൊന്ന് വലുതായിട്ട് കാണിച്ചു തരാം. കണ്ടോ, നമുക്കിവിടെ പുതിയൊരു ഷീറ്റ് വന്നിട്ടുണ്ട്. ഷീറ്റ് 1, ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് വരണം, 7 വന്നത്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഞാനിതിൽ കുറേ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് കുറേ ഷീറ്റുകൾ വന്നിരുന്നു, 6 ഷീറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തതുകൊണ്ടാണ് നെക്സ്റ്റ് ഷീറ്റായിട്ടുള്ള ഷീറ്റ് 7 ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കൂ, നമ്മുടെ ഈ ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക, നമ്മുടെ മൊത്തം ടേബിളുകളിലെ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ടാവും. നോക്കൂ, താഴോട്ട് പോയി നോക്കൂ, കണ്ടോ, അത്രയും ടേബിളുകളെ, നമ്മുടെ മൊത്തം ടേബിളുകളുടെ ഡാറ്റ ഒറ്റ ടേബിളിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഷീറ്റ് നോക്കൂ, ഷീറ്റ് 1 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷീറ്റ്, ഇതാണ് സോഴ്സ് നമ്മുടെ. കണ്ടോ, ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന എല്ലാ ടേബിളുകളും ഇതുണ്ട്. ഇതിലെ എല്ലാ ടേബിളുകളെയും ഒറ്റ ടേബിളിലാക്കി തന്നതാണ് ഇവിടെ. കണ്ടോ, മനസ്സിലായല്ലോ. ഇതിൽ നമുക്കിനി എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, ഇതിനെ സൈസ് കൂട്ടുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കതിൻ്റെ ഫോണ്ട് സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. കണ്ടോ, അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കോളം സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ ഒരു സെല്ലിൽ വെച്ചിട്ട് റീഫ്രഷ് എന്ന് പറയുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ, ഇവിടെ 266 റോസ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ ഈ ടേബിളിൽ ഇപ്പോൾ 266 റെക്കോർഡുകൾ ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു എറർ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ റീഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് 266 നേരത്തെ ഉണ്ടായിരുന്ന 431 റോസ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ താഴെ നമുക്ക് കുറേ റോസ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. നോക്കൂ, ഞാൻ താഴോട്ട് പോവുകയാണ്. അപ്പോൾ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താഴെ നോക്കൂ, ഒരുപാട് റോസ് ഇതാ ഇവിടെ ഇൻസേർട്ട് ആയിട്ട് കണ്ടോ. നമ്മുടെ ഡാറ്റ ശരിക്കും നമ്മളെ ടേബിളിലെ ഡാറ്റാസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ റീഫ്രഷ് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ റെക്കോർഡുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എറർ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിവിടെ നമ്മുടെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ, വർക്ക് ബുക്ക് കൊറീസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കൊറീസ് ചെയ്ത് നോക്കിയതാണ്. ഓരോ എക്സാമ്പിളുകൾ വേറെ ഇതിൽ പ്രോഗ്രാമിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ കൊറീസാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി ചെയ്ത കൊറിയാണ് കൊറി 5. അപ്പോൾ ഇതിൽ വെച്ചിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ നമ്മൾ എഡിറ്റ് ചെയ്തിരുന്ന പവർ കൊറി എഡിറ്റ് വിൻഡോ ഉണ്ടല്ലോ, ഈ വിൻഡോയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, പവർ കൊറി എഡിറ്ററിൽ.
ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ഞാനത് സൂം ചെയ്തതുകൊണ്ടാട്ടോ ഇങ്ങനെ നീക്കി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. സോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പവർ ക്വറിയിൽ വന്ന സമയത്ത് ഏത് രൂപത്തിലാണോ കാണിച്ചിരുന്നത് വെച്ചാൽ അത് കാണിച്ചു തരും കേട്ടോ. ഇനി ഇവിടെ വന്നിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നോക്കും നമുക്ക് ഇവിടെ താഴോട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ക്വറി 5 പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്വറി 5 എന്നുള്ളതൊന്ന് അൺടിക്ക് ചെയ്യാം. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അതിന് ശേഷം നമ്മുടെ ഓക്കെ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇവിടെ നിന്ന് ഹോം ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ആൻഡ് ലോഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഷീറ്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കൂ, ഇവിടെ ഇനി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരില്ല. നോക്കൂ, നമ്മുടെ ഇവിടെ ഇപ്പോൾ നോക്കൂ 165 റെക്കോർഡ്സ് ആണ് കാണിക്കുന്നത് അല്ലേ. നമ്മളിവിടെ ജസ്റ്റ് വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീഫ്രഷ് എന്ന് പറഞ്ഞു. അപ്പോഴെന്താ സംഭവിക്കുന്നത്, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്? അപ്പോഴും 165 റോസ് തന്നെയുള്ളൂ അല്ലേ. 165 റോസ് തന്നെയുള്ളൂ, റോസിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് നമ്മളെ ക്വറി കറക്റ്റ് ആയത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത്, ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഷീറ്റ് 1 ഉണ്ടല്ലോ, നമ്മുടെ ആദ്യം ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്ത ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റിലേക്ക് പോയിട്ട് നമ്മൾ ഇവിടെ എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും ആ മാറ്റം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ക്വറി ഷീറ്റിൽ വന്നുകൊണ്ടിരിക്കും. നോക്കൂ, ഞാനിവിടെ പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യുക. നമ്മുടെ ഈ ഫസ്റ്റ് ടേബിളിൽ വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് നോക്കൂ, ഇവിടെ ജിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഈ അവസാനത്തെ സെല്ലിൽ വെച്ചിട്ട് ഞാനൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ പുതിയൊരാളുടെ പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ കൊടുക്കുന്നത് ഖമ്മർ എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. ഖമ്മർ എന്ന പേര് ടൈപ്പ് ചെയ്തു, ടാബ് അടിച്ചു. ദെൻ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ് 10/11/00. ഇതാണ് ഞാൻ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, ഇനി നോക്കൂ, നമ്മുടെ ക്വറി ഷീറ്റിലൊന്ന് വരിക. അതായത് നമ്മൾ എല്ലാ ടേബിളിനെയും ഒന്നിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടേക്കൊക്കെ ഒന്ന് വരിക. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിൽ നോക്കൂ, നമ്മളിപ്പോൾ ജിനുവിൻ്റെ താഴെ നോക്കൂ, ജിനുവിൻ്റെ താഴെയാണ് നമ്മൾ ആ ഖമർ കൊടുത്തത് അല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വെക്കണമെന്നില്ല, എവിടെ വെച്ചാലും അല്ല, നമ്മൾ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ റീഫ്രഷ് എന്ന് പറയുക. നമുക്ക് അതിന് മുൻപ് ഇവിടെ എത്ര റെക്കോർഡാണുള്ളത് നോക്കൂ, 165 റോസ് ലോഡഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അല്ലേ. നമ്മളിനി റീഫ്രഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ, 165 എന്നുള്ളത് 166 ആയിട്ടുണ്ട് കണ്ടോ. അതേപോലെ തന്നെ നോക്കൂ, നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ ഷീറ്റ് 1 സെലക്ട് ചെയ്തു. അതിനുശേഷം നോക്കൂ, നമ്മൾ ഇതിൽ ഓരോ ടേബിളുകളുണ്ട്, നമുക്ക് ഒരുപാട് ടേബിളുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ടേബിൾ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ എടുക്കാം. ഈ ടേബിൾ ഇപ്പോൾ ഇവിടെ നിവു എന്നുള്ള പേരാണ് അവസാനം വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ഞാനൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് അടുത്തൊരാളുടെയും കൂടെ പേര് ടൈപ്പ് ചെയ്യാമെന്ന്. ഇസ എന്നുള്ളൊരു പേര് ഞാൻ ടൈപ്പ് ചെയ്തു. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കും ഷീറ്റ് 7 വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ നിവു എന്നുള്ള പേര് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന 167 റോസാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. നമ്മൾ ഇവിടെ വന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കൂ. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുതിയൊരു റെക്കോർഡ് അവിടെ വന്നതായിട്ട് കാണിക്കും. നോക്കൂ, ഇവിടെ നമ്പർ മാറിയിട്ടുണ്ട് അല്ലേ, 168 ആയിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഇവിടെ നമ്മൾ നിവു എന്നുള്ള പേരിന് ശേഷം നോക്കൂ, ഇസ എന്ന പേര് നമ്മൾ പുതിയതായിട്ട് ആ ടേബിളിൽ ആഡ് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഷീറ്റ് 1 പോയിട്ട് ഏത് ടേബിൾ എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും നമ്മുടെ ക്വറി ഷീറ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, റീഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത റെക്കോർഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെന്തെങ്കിലും ഫോർമാറ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റുകളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് കാര്യങ്ങൾ മാറ്റുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയിം ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ളൊരു ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നെയിം ഓഫ് കാൻഡിഡേറ്റും ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കോളം വിടുത്തൊക്കെ കുറച്ച് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് നെയിം ഓഫ് കാൻഡിഡേറ്റിന് 2 ലൈനിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലൈനിലേക്ക് ആക്കാം. അതിനെ സെൻറ്റർ ചെയ്യാം. നമ്മൾ സാധാരണ ടെക്സ്റ്റിനെ ചെയ്യുന്ന പോലെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിനെ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, വളരെ സിമ്പിളായിട്ട് നമ്മൾ 2 ക്ലിക്ക് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ടേബിളിനെ സിംഗിൾ ടേബിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു അല്ലേ. ഇങ്ങനെ ആഡ് ചെയ്താലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൾട്ടിപ്പിൾ ടേബിളുകളിൽ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും ആ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ക്വറി ടേബിളിൽ അല്ലെങ്കിൽ വർക്ക് ബുക്ക് ക്വറീസിലും മാറ്റം വന്നുകൊണ്ടിരിക്കും.
ഓക്കെ, നമ്മൾ ജസ്റ്റ് റീഫ്രഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മാറ്റങ്ങളെ ഇതിലിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റും. ഓരോ മാറ്റങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ ഈ പവർ ക്വറി യൂസ് ചെയ്യുന്നതിലൂടെയുള്ള ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസിനെ ഒറ്റ ടേബിൾ ആക്കാൻ നമുക്ക് വളരെ ഈസിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി ടെക്നിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.